പൊന്നാനി മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് പ്രചരണ കൺവെൻഷൻ സംഘടിപ്പിച്ചു. RV ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിന്റെ ഇടയ്ക്ക് പ്രഖ്യാപനം എന്ന് വരും ഇത് നമുക്കറിയില്ല. 12-ഓ 11-നോ കണ്ട് നോമ്പ് വരും. ഒരു മാസം നമ്മളിടയിൽ കുറെ ആളുകൾക്ക് ഇതേപോലെ സജീവമായ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാകും. അപ്പൊ നമ്മൾ ഇങ്ങനെ കൺവെൻഷനൊക്കെ ഇങ്ങനെ കൂടി നാളെ സെൻട്രൽ കമ്മിറ്റിയുടെ ഇലക്ഷൻ കൺവെൻഷനും ഒക്കെ നടന്നിങ്ങനെ പൂർത്തീകരിച്ച് ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ വന്ന് പിന്നെ നോമ്പാവുമ്പോൾ ഇതൊക്കെ പറ്റങ്ങ് തറന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും. വാർഡ് തലത്തിൽ രാവിലെ ഉച്ചയ്ക്ക് മുമ്പായി കുടുംബ സദസ്സുകൾ സംഘടിപ്പിക്കാം. വൈകുന്നേരം വേണമെങ്കിൽ ഇഫ്താറോട് കൂടിയുള്ള സംഗമങ്ങൾ സംഘടിപ്പിക്കാം. അതൊക്കെ ഇതിനടിയിൽ തന്നെ നടത്തി കാര്യങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോവുകയും ഗൃഹസമ്പർക്ക പരിപാടിക്ക് ഏറ്റവും നല്ല സമയം നോമ്പിന്റെ സമയമായിരിക്കും. അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം എന്ന് മാത്രമേ എനിക്കിങ്ങോട്ട് പറയാൻ. പിന്നെ കേരളത്തിലെ എക്കാലവും മുഴുകിക്കേട്ടിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ്, ഭരണകൂടങ്ങൾക്കെതിരായി പ്രതിപക്ഷത്തോട് മുഴുകിയിട്ടുള്ള മുദ്രാവാക്യമാണ്, ഇതുപോലൊരു ഭരണം കേരള നാട്ടിൽ കണ്ടിട്ടുണ്ടോ? പലപ്പോഴും വിളിച്ചിട്ടുണ്ട്. നമ്മൾ അത്ര കൂടുതൽ അത് വിളിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ആ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളത് ഇടതുപക്ഷ സ്നേഹിതന്മാരാണ്, CPM-ന്റെ ആളുകളാണ് ആ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളത്. ഇന്ന് അവര് തന്നെ അങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ അറിയാം ഈ ഭരണകൂടത്തിന്റെ വിലയിരുത്താൻ വേറൊന്നും വേണ്ട. പൊന്നാനി ഈഴവത്തുരുത്തി കമ്മിറ്റികളുടെ രൂപീകരണവും ബൂത്ത് കൺവീനർമാരുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. ശ്രീ ഹരിദാസ്, അഹമ്മദ് ബാഫക്കി തങ്ങൾ, സെയ്ദ് മുഹമ്മദ് തങ്ങൾ, ജയപ്രകാശ്, നബീൽ നേതല്ലൂർ, TK അഷ്റഫ്, KR റസാഖ്, VV ഹമീദ്, U മുനീബ്, V ചന്ദ്രവല്ലി, PBV, ഫർഹാൻ BM, ഉണ്ണികൃഷ്ണൻ പൊന്നാനി തുടങ്ങിയവർ സംബന്ധിച്ചു. എല്ലാ മൂസാക്ക ഇതേടി അങ്ങള് പോയിട്ട് വരുന്നത്? ഞമ്മൾ ഈശ്വരമംഗലോ ന്യൂ UP സ്കൂളിൽ പോയതാ. എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ LKG UKG ഉൾപ്പെടെ 7ാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ 95 67 22 63 15 ഈ നമ്പറിൽ വിളിച്ചാ മതി. നമ്മളെ സ്കൂൾ മാനേജർ വത്സം മടത്തിലിന്റെ നമ്പറാ. ഈശ്വരമംഗലം ന്യൂ UP സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ. ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളെ.